ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റോടു കൂടി ഒരു സലാഡ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് 4 ടൊമാറ്റോയും നല്ല പഴുത്ത ടൊമാറ്റോ ആയാൽ നന്നായിരിക്കും. അതും മീഡിയം സൈസിലുള്ളത് മതിയാകും. ചെറുതായി കട്ട് ചെയ്ത് അതും അതിനോടൊപ്പം ഇടാം. അടുത്ത് നമുക്ക് മീഡിയം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കം, അതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുത്താൽ നന്നായിരിക്കും. സീഡെല്ലാം മാറ്റിയിട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതിനു മുന്നേ വെജിറ്റബിൾ കൊണ്ടുള്ള റൈത്തയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇത് വലിയ കുക്കുംബർ ആയതുകൊണ്ട് അതിൻ്റെ പകുതി ഭാഗമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഉൾവശത്തുള്ള അരിയും ഫ്ലഷും എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം. എന്നാലേ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അത് എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനോടൊപ്പം ചേർക്കാം. ഈ സലാഡ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. 2-3 ദിവസം ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതിലെ എരിവും പുളിയും ഉപ്പുമെല്ലാം ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മളത് കട്ട് ചെയ്ത് ഉടനെ കഴിക്കുന്നതിനേക്കാളും ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വച്ചിട്ട് കഴിച്ചാൽ നന്നായിരിക്കും. അപ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റ്. ഇനി എരിവിനായി 2 പച്ചമുളക്, അതും അതിനോടൊപ്പം അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നമുക്കത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലേവറിനായി അല്പം മല്ലിയിലയും കൂടെ. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യമായിട്ടുണ്ട്. അത് ഇതിനോടൊപ്പം ഇടാം. കുറച്ച് കട്ട് ചെയ്ത മല്ലിയില കൂടെ ഇടാം. നമ്മളിതിൽ നാരങ്ങ നീര് അങ്ങനെയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ആവശ്യത്തിന് പുളിയുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയ റെസിപ്പിയുമായി വരുന്നവർ നന്ദി.